വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനുള്ള ഭിന്നശേഷി സംവരണത്തിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. NSSന് കീഴിലുള്ള സ്കൂളുകൾക്ക് അനുകൂലമായ ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനുള്ള ഈ ഒരു സംവരണത്തിലേക്ക് നിർണായകമായ ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് ഈ ഭിന്നശേഷി സംവരണം അല്ലെങ്കിൽ അത് ഏർപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ NSSന് അനുകൂലമായി ഒരു വിധി നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് NSSന് ഒരു ഇളവ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ മാനേജ്മെൻറ്റുകൾക്കൊന്നും കീഴിലുള്ള സ്കൂളുകൾക്കൊന്നും അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. NSS ഈ സർക്കാർ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പോവുകയും പിന്നീട് അതിന് അനുകൂലമായി ഈ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിനെതിരായ അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ അതിനെതിരെ ഈ സർക്കാരിൻ്റെ ഒരു നിലപാടിനെതിരെ ക്രൈസ്തവ സഭാ മാനേജ്മെൻറ്റുകളൊക്കെ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വലിയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ തന്നെ വിവിധ സഭാധ്യക്ഷന്മാരൊക്കെ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിപ്പോഴും നിലനിൽക്കുകയാണ്. ഏതായാലും അതിനിടയിലാണ് ഈ അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി കൂടി സർക്കാർ ഒരു നിർണായക നീക്കം ഇക്കാര്യത്തിൽ നടത്തുന്നത്. അതായത് ഈ NSSന് ബാധകമായ ഉത്തരവ് അത് എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമോപദേശം തേടിയിരുന്നു. അതിൽ അനുകൂലമായ ഒരു നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ സർക്കാർ ഉത്തരവ് ഇറക്കും. അതായത് എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ഈ NSSന് ബാധകമായ ഉത്തരവ് ബാധകമാക്കിക്കൊണ്ട് ഉടൻ തന്നെ ഉത്തരവ് ഇറക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ ഒരു വ്യവസ്ഥ ഉണ്ടാകും. നിലവിൽ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. അപ്പോൾ ഈ NSSന് ബാധകമാക്കിയ ഉത്തരവ് എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കണമെന്ന ഒരു ആവശ്യം സർക്കാർ ഈ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എന്നുള്ളൊരു വ്യവസ്ഥ കൂടി ഈ ഉത്തരവിൽ വെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ വെച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ കൂടെ നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി ഉണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി അടക്കം ഈ ക്രൈസ്തവ അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് കാണുകയും ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഒരു പ്രമേയമടക്കം പാസ്സാക്കുകയും ചെയ്തു. ഒരു പ്രത്യേക പ്രസ്താവനയടക്കം മന്ത്രി വി ശിവൻകുട്ടി നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും അതിൻ്റെ കൂടിയൊക്കെ ബാക്കി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഭിന്നശേഷി സംവരണത്തിൽ NSSന് ബാധകമായ ഉത്തരവ് മറ്റ് മാനേജ്മെൻറ്റുകൾക്കും കൂടി ബാധകമാക്കാനുള്ളൊരു നീക്കം സർക്കാർ നടത്തുന്നത്. ശരി, സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനുള്ള ഭിന്നശേഷി സംവരണത്തിലാണ് നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. NSSന് കീഴിലുള്ള സ്കൂളുകൾക്ക് അനുകൂലമായ ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.